വെൽഫെയർ പാർട്ടിയുടെ പിന്തുണ സ്വീകരിക്കുമെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PMA സലാം. BJPയെ തകർക്കുകയാണ് വെൽഫെയർ പാർട്ടിയുടെ ലക്ഷ്യം. LDF BJPക്ക് വിധേയപ്പെട്ടെന്ന് മനസ്സിലായതോടെയാണ് അവർ UDF-നൊപ്പം നിൽക്കണമെന്ന് തീരുമാനിച്ചതെന്നും PMA സലാം പറഞ്ഞു. മതേതര ജനാധിപത്യ ശക്തികളുടെ കൂട്ടായ്മയെ തകർത്ത് ഭിന്നിപ്പിച്ച് BJPയെ സഹായിക്കലാണ് ഇടതുമുന്നണി ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ UDF-മായി സഹകരിക്കാൻ തയ്യാറായതാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിലും അവരുടെ സഹകരണം ഞങ്ങൾ വാങ്ങിയിട്ടുണ്ട്. അവരുമായി ഞങ്ങൾ സഹകരിച്ചിട്ടുണ്ട്. അവരുടെ സ്ഥാനാർത്ഥികളെ പ്രാദേശിക തലത്തിൽ ഞങ്ങളുമായി യോജിച്ച് മത്സരിച്ചിട്ടും ജയിച്ചിട്ടൊക്കെയുണ്ട്. ആ നിലപാട് ഇത്തവണയും തുടരും. അഷ്കർ അലി കരിമ്പ വിവരങ്ങളുമായി. അഷ്കർ, ഇപ്പോൾ വെൽഫെയർ പാർട്ടി നേരത്തെ LDF പിന്തുണ സ്വീകരിച്ചിരുന്നു. ഇപ്പോൾ UDF-നൊപ്പം നിൽക്കുമെന്ന തീരുമാനത്തിലേക്ക് വരികയാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഈ പിന്തുണയൊക്കെ ഇരുകൂട്ടർക്കും പ്രധാനമാണ്. അപ്പോൾ BJP CPM സഹകരണം ആരോപിച്ചുകൊണ്ടാണോ വെൽഫെയർ പാർട്ടി ഇപ്പോൾ ലീഗുമായി ചേരാൻ സഖ്യത്തിലാകാൻ തീരുമാനിച്ചിരിക്കുന്നത്? ഇത് UDF ആകെ തീരുമാനിച്ചതാണോ, അത് ലീഗിന്റെ മാത്രം തീരുമാനമാണോ? അഷ്കർ, സ്മൃതി, മുസ്ലിം ലീഗിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി കൂടിയായിട്ടുള്ള PMA സലാമാണ് ഇത്തരത്തിലൊരു തുറന്ന പറച്ചിൽ കൂടി നടത്തുന്നത്. ആ തുറന്ന പറച്ചിൽ എന്ന് പറയുന്നത് നേരത്തെ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടൊക്കെ തന്നെ വെൽഫെയർ പാർട്ടിയുടെ പിന്തുണ UDF-നെ പ്രഖ്യാപിച്ചപ്പോൾ തന്നെ UDF-നെതിരെ വലിയ വിമർശനങ്ങൾ ഉയർന്നതാണ്. അപ്പോൾ തങ്ങളെ പിന്തുണയ്ക്കുന്നു, അതിനപ്പുറത്തേക്ക് ഒരു സഖ്യമില്ല എന്നുള്ള രീതിയിലായിരുന്നു പലപ്പോഴും പല UDF നേതാക്കളുടെ പ്രതികരണം. എന്നാൽ അതിനപ്പുറത്തേക്ക് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ, പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ, തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ എല്ലാ തെരഞ്ഞെടുപ്പുകളിലും വെൽഫെയർ പാർട്ടിയുമായി നീക്കുപോക്കുണ്ടായിരുന്നു എന്ന് തുറന്ന് സമ്മതിക്കുകയാണ് മുസ്ലിം ലീഗിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി. മാത്രമല്ല, വരുന്ന തെരഞ്ഞെടുപ്പിലും അത്തരം സഹകരണങ്ങൾ ഉണ്ടാകും, പ്രാദേശികമായിട്ടുള്ള സഹകരണങ്ങൾ ഉണ്ടാകും. അത് ഇത്തവണയും തുടരുമെന്നുള്ള ഒരു പ്രഖ്യാപനം കൂടി ഈ ഘട്ടത്തിൽ നടത്തിയിരിക്കുന്നു. മലപ്പുറം ജില്ലയിലടക്കം പലയിടങ്ങളിലും വെൽഫെയർ പാർട്ടിയുടെ പിന്തുണ UDF-ന് ഗുണം ചെയ്യുമെന്നുള്ളത് ഉറപ്പാണ്. പക്ഷേ അത് രാഷ്ട്രീയമായി തിരിച്ചടിയാകുമോ എന്നുള്ള ആശങ്കയെ തുടർന്നാണ് പലപ്പോഴും അതിൽ നിന്നൊരു അകലം പാലിക്കുന്ന സമീപനം മുസ്ലിം ലീഗ് ആണെങ്കിലും കോൺഗ്രസ് ആണെങ്കിലും ഒക്കെ തന്നെ സ്വീകരിച്ചിരുന്നത്. ആദ്യഘട്ടത്തിൽ വെൽഫെയർ പാർട്ടിക്ക് അത്തരമൊരു സ്വീകാര്യത ഒരുക്കി കൊടുത്തിരുന്നത് പ്രതിപക്ഷ നേതാവ് VD സതീഷായിരുന്നു. അത്തരമൊരു പരാമർശം VD സതീശൻ നടത്തുകയും ചെയ്തിരുന്നു. എന്നാൽ ഒരു പടി കൂടി കടന്ന് പൂർണ്ണമായും വെൽഫെയർ പാർട്ടിയുടെ പിന്തുണയെ സ്വീകരിക്കുന്നു. അതിനപ്പുറത്തേക്ക് ഒരു സഖ്യകക്ഷി എന്നുള്ള നിലയിൽ തന്നെ, അല്ലെങ്കിൽ അസോസിയേറ്റ് ഘടകകക്ഷി എന്നുള്ള നിലയിൽ തന്നെയുള്ള ഒരു ധാരണയിലേക്ക് ലീഗും കോൺഗ്രസും UDF-ഉം ഒക്കെ തന്നെ വെൽഫെയർ പാർട്ടിയുമായി എത്തുന്നു എന്നതിലേക്കാണ് ഇപ്പോൾ രാഷ്ട്രീയമായ ചിത്രം മാറി മറിയുന്നത്. എന്നാൽ അതിന് കൃത്യമായ ഒരു ന്യായീകരണം അല്ലെങ്കിൽ ന്യായം കൂടി PMA സലാം വിശദീകരിക്കുകയും ചെയ്യുന്നുണ്ട്. 3 പതിറ്റാണ്ടിലധികം കാലം LDF-മായി കൃത്യമായ ധാരണ വെൽഫെയർ പാർട്ടിക്ക് ഉണ്ടായിരുന്നു. ആ കാലഘട്ടത്തിൽ താൻ LDF-ന്റെ ഭാഗമായിരിക്കുന്ന ഘട്ടത്തിൽ അത്തരത്തിൽ വെൽഫെയർ പാർട്ടിയുമായി നടത്തിയ ചർച്ചകളെക്കുറിച്ച് തനിക്ക് ബോധ്യമുണ്ട്. എന്നാൽ ഇപ്പോൾ എല്ലാ കാലത്തും BJP വിരുദ്ധ രാഷ്ട്രീയം സ്വീകരിച്ചിരുന്ന വെൽഫെയർ പാർട്ടിക്ക് LDF-വുമായി സഹകരിക്കാൻ കഴിയാത്ത സാഹചര്യമാണുള്ളത്. കാരണം LDF-ഉം BJP-യും ഒന്നിച്ച് ഒരേ നിലപാടുമായി പോകുന്നു. അല്ലെങ്കിൽ CJP രാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കുന്ന ഒരു വിമർശനമാണ് PMA സലാം. വെൽഫെയർ പാർട്ടിയുടെ പ്രതികരണം കൂടി ഇതിൽ അറിയേണ്ടതുണ്ട്. അഷ്കർ അലിയാണ് വിവരങ്ങൾ നൽകിയത്.